ഇത് മഞ്ഞാണല്ലോ, ഇത് വെറൈറ്റി മഞ്ഞ. ഇത് വലുപ്പം കണ്ട, ഇത്രയ്ക്കും വലുപ്പം വരുന്നുണ്ട്, നല്ല വലുപ്പമുണ്ട്. ടേസ്റ്റും കൂടുതലുണ്ട്. ടേസ്റ്റ് കൂടുതൽ നല്ല. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ചാലക്കുടി അതിരപ്പള്ളി റൂട്ടിലാണ് നമ്മൾ ഉള്ളത്. അതിരപ്പള്ളി റൂട്ടിൽ പരിയാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഫുള്ള് റംബൂട്ടാൻ്റെ കൃഷിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ റംബൂട്ടാൻ വാങ്ങാനും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷിയിടങ്ങൾ കാണാനും വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കൃഷിയിടം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കൃഷി ചെയ്യണ പോലെയല്ല കേട്ടോ ഇവിടുത്തെ കൃഷി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ഏക്കർ 15 ഏക്കറിലുള്ള കൃഷി സ്ഥലങ്ങളാണ്. ഫുള്ള് റംബൂട്ടാൻ്റെ മരം. നമ്മുടെ ചുറ്റിലും നോക്കി കഴിഞ്ഞാൽ ഇത് കാണുന്നത് മുഴുവൻ കൃഷി ചെയ്തതാണ് കേട്ടോ. ഫുള്ള് റംബൂട്ടാനാണ്. ഫുള്ള് എന്നിട്ട് പൂത്ത് കാച്ചി നിൽക്കാന്ന് പറയില്ലേ, ഫുള്ള് റെഡ് കളറിലുള്ള റംബൂട്ടാൻ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ ഒരു ഭയങ്കര ഒരു കാഴ്ചയാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ തോട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ തോട്ടം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി അതിരപ്പള്ളി റൂട്ടിൽ പരിയാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ തോട്ടം. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. പരിയാരത്താണ് ഏറ്റവും ആദ്യം തോട്ടം വന്നതും. അവിടുത്തെ തന്നെ ഒരു എന്താ പറയുക വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചേട്ടനെയാണ് പരിചയപ്പെടുന്നത്. എൻ്റെ പേര് ജോൺസൺ. ജോൺസൺ എന്നാണ് ചേട്ടൻ്റെ പേര്. ഞങ്ങൾ ഇത് തുടങ്ങിയത് ഇടനിലക്കാരെ ഒഴിവാക്കി ഞങ്ങൾക്ക് നേരിട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഞങ്ങൾ പണിയെടുത്തിട്ട് കർഷകരുമായിട്ട് ഞങ്ങൾ പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നതിൽ കൂടുതൽ ലാഭമാണ് ഇടനിലക്കാർക്ക് കിട്ടുന്നത്. ഇടനിലക്കാർക്ക് അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ട് അത് നിപ്പുണ്ടായ കൊല്ലമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു 5-6 കൊല്ലമായിട്ടുണ്ട്. 6-7 കൊല്ലമായിട്ടുണ്ട്. വളരെ ഇതായിട്ട് അന്ന് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഇതുണ്ടായിരുന്നു. ഏറ്റവും നല്ല വിളവുണ്ടായ കൊല്ലം ഇവിടുത്തെ തൈ കൊണ്ടുവന്നത് ഹോംഗ്രോണിന്റെ ജോസേന്റെ കയ്യിൽ നിന്നാണ് തൈ കൊണ്ടുവന്നത്. ഈരാറ്റുപേട്ട. അതിൽ N18 എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഏറ്റവും നല്ലത്. എല്ലാ വെറൈറ്റിയും ഞങ്ങളുടെ കയ്യിലുണ്ട്. കിങ് ഉണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്, 35 ഉണ്ട്. സീസർ മാത്രം വെച്ചിട്ടില്ല, ബാക്കി എല്ലാ വെറൈറ്റിയും പല പല വെറൈറ്റി. അതിൽ ഏറ്റവും നല്ലത് N18 തന്നെയാണ്. അതായത് നമ്മുടെ വിൽപ്പനയ്ക്കും കച്ചവടത്തിനായാലും എല്ലാത്തിനും നല്ല സാധനം അത് തന്നെയാണ്. ഈ 200 രൂപയ്ക്ക് വിറ്റിരുന്ന സാധനത്തിന് 120 രൂപയ്ക്കാണ് ഞങ്ങളോട് വന്ന് ചോദിച്ചിരുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പോൾ അവരെ ഒഴിവാക്കി ഞങ്ങൾ എല്ലാ വണ്ടികളും ഇട്ടിട്ട്, ഞങ്ങൾക്ക് അന്ന് പണിക്കാർക്ക് പണിയില്ലാണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വഴിയോര കച്ചവടം ഞങ്ങൾ ഇടനിലക്കാരെ ഒഴിവാക്കിയിട്ടുള്ള കച്ചവടം ഞങ്ങൾ തുടങ്ങിയത്. ഇവിടെ ആരും കൂടുതൽ കച്ചവടക്കാരുണ്ടായില്ല. ഇപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാ കൃഷിക്കാരും അവരവരുടെ സാധനങ്ങൾ അവരവരുടെ മുന്നിൽ വെച്ച് കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് കാണിച്ചു കൊടുത്താൽ അതിരപ്പള്ളി റൂട്ട് പോകുന്നവർക്ക് എല്ലാവർക്കും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. പരിയാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. വീടിൻ്റെ എല്ലാ വീടുകളുടെയും ഫ്രണ്ടിലായിട്ട് കാണാം. നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഒരു ഇതുകൾ പോലെ അങ്ങനെ ഇട്ടിട്ട് അവർ ഒരു വെയിറ്റ് മെഷീനും പിന്നെ അതുപോലെ തന്നെ റംബൂട്ടാനും പിന്നെ പല പല ഫ്രൂട്ട്സുകളുണ്ട് കേട്ടോ. അതൊക്കെ വെച്ച് കാണാം. എല്ലാവർക്കും വന്നാൽ വാങ്ങാനും സൗകര്യമുണ്ട്. അതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ചേട്ടൻ എന്ന് പറഞ്ഞത് ആളുടെ കട നമ്മൾ ഇവിടുന്ന് പരിയാരം ടൈമ് തന്നെ കർഷകന്റെ കട എന്ന് പറഞ്ഞിട്ട് ഒരു കടയാണ്. കർഷകന്റെ കട അതാണ് ഞങ്ങൾ അന്നിട്ട് പേര്. ആ പേരിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ വലിയ ഫാം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ കുറച്ച് കാഴ്ചയും കൂടി കാണാം. തുടങ്ങല്ലേ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ജോൺസൺ ചേട്ടൻ സ്വന്തം ആള്. എന്താ ചേട്ടന്റെ പേര് പറഞ്ഞത്? തിലകൻ ചേട്ടനെ വിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളൊക്കെ കാണിക്കാനായിട്ട്. ചേട്ടാ ഈ ചേട്ടൻ തന്നെയാണ് ഇതൊക്കെ നോക്കി നടത്തുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത് നമ്മുടെ ക്യാമറയിലേക്ക് നോക്കിയിട്ട് തന്നെ പടക്കി ചേട്ടാ ഇവിടുത്തെ കാര്യങ്ങള്. ഇതിപ്പോ പറയാനില്ലേ, നമ്മള് വെച്ച് നമ്മ കൃഷി ചെയ്യാണ്, നമ്മള് വിൽക്കുന്നത്. അതന്നെ. എത്ര നാളായി ഇവിടെ പണിക്ക് വരാൻ തുടങ്ങിയിട്ട്? കൊല്ലങ്ങളായില്ലേ? ആളുടെ കൂടെ കൂടിയിട്ട് കുറെ കാലങ്ങളായി. റംബൂട്ടാനാണോ ആദ്യമായിട്ട്? ആദ്യം എനിക്ക് തോന്നുന്നത് ഈ പരിയാരം സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആദ്യം ജാതിയായിരുന്നു. അതിനാണ് മുന്നേ ഇവിടെ ഉള്ളത് വെച്ചത് ആള് മാത്രമാണല്ലേ. അത് കഴിഞ്ഞിട്ട് അതിനാണ് മുന്നേ വാനില കൃഷി ഉണ്ടായിരുന്നു. അത് ഇവിടെ ഇങ്ങനെ ഓരോ സ്റ്റേജായിട്ട് മാറി വരാന്നുണ്ടല്ലോ. ഈ പരിയാര ഏരിയയിൽ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ആദ്യം വാനില കൃഷി ഉണ്ടായിരുന്നു, പിന്നെ ജാതി കൃഷി ആയിരുന്നു, പിന്നെ ഇപ്പൊ റംബൂട്ടാനും മാംഗോസ്റ്റിനാണ് തോന്നുന്നുണ്ടല്ലോ. എല്ലാവരും ചക്കയും കയറിയിട്ടുണ്ട് ഇപ്പൊ. അത് ഏത് ചക്ക? മറ്റേ ഇവിടത്തെയാണ് മലേഷ്യൻ ചക്കകളുണ്ട്. അപ്പൊ അങ്ങനെ കൃഷികൾ ഇങ്ങനെ മാറി വരില്ല. ചേട്ടൻ കുറെ വർഷങ്ങളായിട്ട് ഈ കൃഷിയിൽ തന്നെയാണോ? അപ്പൊ നമുക്ക് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരും. ഇവിടുത്തെ തോട്ടത്തിന്റെ കാഴ്ചകൾ കുഞ്ഞു തുടങ്ങിക്കോ, ചേട്ടൻ തന്നെ തുടങ്ങിക്കോ. ഇതിപ്പോ എന്തോരം ഉണ്ട്? ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയണത് പൂവാണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ എത്ര ഏക്കറായാലും ഇപ്പൊ ഈ പറമ്പുള്ളത്? ഇതൊരു 10 ഏക്കറോളം ഉണ്ട് തോന്നുന്നുണ്ടല്ലോ. 600 മേലെയുണ്ട്. 600 മേലെയുണ്ടെന്നാ പറയണത്. 600 തൈകൾ ഉണ്ടെന്നാ പറയണത്. അപ്പൊ ഇതിലത്തെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാണ്ട, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടുത്തെ ഈ റംബൂട്ടാൻ ഉണ്ടായി നിൽക്കണ തന്നെ ഒരു ഭംഗി തന്നെയാണ്. ഇത് ഇപ്പൊ പൊട്ടിച്ചതാന്ന് തോന്നുന്നില്ല. രണ്ട് പൊട്ടിക്കാൻ ആയിട്ടില്ല. ഇതിപ്പോ ഒരെണ്ണം നമുക്ക് കഴിച്ചു നോക്കാം. ചേട്ടനും കഴിച്ചു തരണം. ഞാനൊരെണ്ണം കഴിച്ചു നോക്കട്ടെ. നമ്മുടെ ക്യാമറമാൻ ഉണ്ട് നമ്മുടെ കൂടെ. ക്യാമറമാൻ ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ. സൂപ്പർ പഴം.
ഇത് തേനാണ്, ഇതിന്റെ തേൻ വരണം, അതാണ് പഴുപ്പ്. ആണല്ലേ? ആ, ഇത് നല്ല അടിപൊളിയാന്ന് പറഞ്ഞു. ചേട്ടൻ ചേട്ടൻ കഴിക്കട്ടെ. ചേട്ടൻ കഴിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. സൂപ്പർ സാധനമല്ലേ ഇത്? N18 അല്ലേ ഇത്? ആ, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇത് 2 കയ്യിലും കൂടി ഇരിക്കുമ്പോഴേ ഇത് പൊട്ടിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. ചേട്ടൻ തന്നെ ഒന്ന് പൊട്ടിച്ചെന്നാ. ഇത് തിരിച്ചിട്ടാ പൊട്ടിക്കാൻ തോന്നുന്നുണ്ടല്ലോ അത്? ഞെട്ടി തിരിച്ചാൽ മതി. നമ്മളിതിന് വലിയ ബലം കൊടുക്കേണ്ട കാര്യമില്ല. ഞെട്ടി തിരിച്ചാൽ മോള് മാത്രം പൊട്ടി വരും, അതിന് തേൻ നമുക്ക് കുടിക്കാൻ കിട്ടും. പഴുപ്പാവാ. ഈ മഴ പെയ്തതിൽ വെള്ളം കയറാൻ അങ്ങനത്തെ ഇതൊന്നും അതൊന്നുമില്ല. പേടിക്കില്ല. സൂപ്പർ സാധനം, അടിപൊളി റംബൂട്ടാൻ. ഇതൊരു വേറെ വെറൈറ്റി ആണെന്ന് തോന്നുന്നുണ്ടല്ലോ അത്? സൂപ്പർ N18 സൂപ്പർ, വേറൊരു വെറൈറ്റി അല്ലേ? ഇതില് ഇത് കൂടുതലാന്ന് തോന്നുന്നില്ല. കഴമ്പ് കൂടുതൽ, കുരു കുറവ്, നല്ല ടേസ്റ്റ് കൂടിയതല്ലേ? ടേസ്റ്റ് കൂടി. ആ ആ, അപ്പോൾ ഇത് നോക്കി നോക്കാം, അതൊന്ന് സാമ്പിൾ നോക്കിയോട്ടെ. ഇതിങ്ങനെ ഇത് നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ വലിപ്പം കണ്ട, ഇത്രയ്ക്കും വലിപ്പം വരുന്നുണ്ട്, നല്ല വലിപ്പമുണ്ട്. ടേസ്റ്റും കൂടുതലുണ്ട്. ടേസ്റ്റ് കൂടുതൽ, നല്ല തേനുള്ളതാണ്. തേനുള്ള ടൈപ്പ് അല്ലേ? N18 തന്നെ പല വെറൈറ്റികളും ഉണ്ടല്ലേ? ഇത് അധികം ഉണ്ടാവണില്ല തോന്നുന്നുണ്ടല്ലോ അത്? ആയി വരണുള്ളൂന്നല്ലേ? ഇത് റംബൂട്ടാൻ്റെ N18 തന്നെ അല്ലേ? മഞ്ഞ കളർ അല്ലേ? ഇത് N18 തന്നെ യെല്ലോ ഷെയ്ഡിലുള്ളതാണ്. ഇത് ഇത്തിരി കൂടി വലിപ്പം ഇത്തിരി കുറവായിരിക്കും അല്ലേ? ഏതിനേക്കാളും? റെഡിനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്നല്ലേ? ഇതിട്ട് കുരു ഇത്തിരി വലിപ്പം കൂടുതലുണ്ട് തോന്നുന്നുണ്ടല്ലേ? ഇത് ഉണ്ടായി വരണുള്ളൂ അല്ലേ അത്? നമുക്ക് ഇത്ര ലൈവായിട്ട് റംബൂട്ടാൻ പൊട്ടിച്ച് കഴിക്കാന്ന് പറഞ്ഞത് നമുക്കൊരു ഭാഗ്യം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അത്ര ഇതായിട്ടുള്ള സുലഭമായിട്ട് കിട്ടുന്ന സാധനമല്ല ഈ റംബൂട്ടാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ വേണ്ടവരൊക്കെ ബന്ധപ്പെടാം കേട്ടോ. ജോൺസേട്ടൻ്റെ ഇത് പോണ വഴിയിൽ തന്നെയാണല്ലേ? അയ്യോ, ജോൺസേട്ടൻ്റെ കർഷകൻ്റെ കട എന്ന് പറഞ്ഞത് നമ്മൾ പോണ വഴിയിലാണ്. അതിരപ്പള്ളിക്ക് പോകുമ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കേട്ടോ. ഇവിടുത്തെ റംബൂട്ടാൻ്റെ ക്വാളിറ്റിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ. കാരണം നല്ല ക്വാളിറ്റിയുള്ള റംബൂട്ടാനാണ് എല്ലാതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. റംബൂട്ടാൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുക തന്നെ ചെയ്യാൻ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ടോ? ഇനി വേറൊരു വെറൈറ്റി ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.